ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന വളരെ മനോഹരമാകുന്ന ഒരു പ്രദേശത്തെക്കുറിച്ചാണ്. ഇടുക്കി ജില്ലയിലെ അയ്യപ്പൻകോവും വെള്ളിലാങ്കണ്ടം കുഴൽപ്പാലവും ഒക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കാം, എങ്കിലും ഒരിക്കൽ കൂടി ഈ വീഡിയോ ഒന്ന് കാണാൻ ശ്രമിക്കുക. പ്രകൃതിയുടെ മനോഹരമാകുന്ന ചില നല്ല രംഗങ്ങളൊക്കെയാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ പകർത്തിയിരിക്കുന്നത്. ഇതിപ്പോൾ കാണുന്നത് വെള്ളിലാങ്കണ്ടം കുഴൽപ്പാലമാണോ. പുനർനിർമ്മാണം നടത്തിയ കുഴൽപ്പാലത്തിനുള്ളിലൂടെ ഇടുക്കി ജലാശയത്തിലേക്ക് എത്തുന്ന ജലത്തിൻ്റെ രസകരമാകുന്ന വീഡിയോ ഒക്കെയാണ് ഇപ്പോൾ ഞങ്ങൾ ആദ്യ ഭാഗത്ത് കാണിക്കുന്നത്. എന്തായാലും ഈ ഭാഗം കഴിഞ്ഞ് ഞങ്ങൾ അയ്യപ്പൻകോവിന് പോകുന്നുണ്ട്. അപ്പോൾ അയ്യപ്പൻകോവിൽ ജലം നിറഞ്ഞു നിൽക്കുന്ന മനോഹരമാകുന്ന ദൃശ്യങ്ങളൊക്കെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ ഇതിനെക്കുറിച്ച് പല വീഡിയോകൾ ഇട്ടിട്ടുണ്ടെങ്കിലും ഒരിക്കൽ കൂടി ഈ മഴക്കാലത്ത് ഈ മനോഹര ദൃശ്യങ്ങൾ കാണുവാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. അപ്പം നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് സബ്സ്ക്രൈബായും ലൈക്കായും കമൻറ്റായും പ്രതീക്ഷിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ വെള്ളാങ്കണ്ടം കുഴൽപ്പാലത്തിൻ്റെ വീഡിയോ ഒക്കെ പിടിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ മാട്ടക്കെട്ട വഴി അയ്യപ്പൻകോവിൽ എത്തിയിരിക്കുകയാണ്. അയ്യപ്പൻകോവിൽ ഇപ്പം നല്ല ജലം എത്തിയിട്ടുണ്ട്. കാരണം കാലവർഷം ശക്തമായതുകൊണ്ട് തന്നെ നേരത്തെ ഈ പ്രാവശ്യം വെള്ളം നിറഞ്ഞിട്ടുണ്ട്. അങ്ങനെ മനോഹരമാകുന്ന പ്രകൃതി ഭംഗിയാണ് ഇപ്പോൾ അയ്യപ്പൻകോവിൽ കാണാൻ കഴിയുന്നത്. ഇപ്പോൾ കാണുന്ന തൂക്കുപാലം ഇതാണ് ഏറ്റവും ഹൈലൈറ്റ്. ഈ അയ്യപ്പൻകോവിനെ എത്രത്തോളം ഒരു ടൂറിസ്റ്റ് മേഖലയാക്കി മാറ്റിയത് ഈ തൂക്കുപാലമാണ്. ഇപ്പോൾ നിരവധി ആളുകൾ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണ്. അതിനുശേഷം ഞാൻ ആ പുണ്യഭൂമിയായ അയ്യപ്പൻകോവിൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം കാണിക്കുവാൻ വേണ്ടി പോവുകയായിരുന്നു. പക്ഷെങ്കിൽ മഴ പെയ്ത് ചെളിയായതിനാൽ വാഹനങ്ങളോ കാൽനട യാത്ര ഇപ്പോൾ യോഗ്യമല്ലാത്തതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് അവിടെ നിന്ന് മടങ്ങുന്ന ഒരു ഭാഗമാണ്. വേറൊരു വീഡിയോയിൽ ഞാൻ ഈ പുണ്യപുരാതന ഭൂമിയും അതുപോലെ ക്ഷേത്രങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ തിരിച്ച് ഞങ്ങൾ എവിടെയാണ് നമ്മുടെ പഴയ ആ സ്ഥലത്ത് തന്നെ എത്തിയിട്ടുണ്ട്. നമ്മുടെ തൂക്കുപാലത്തിൻ്റെ ചോട്ടിലേക്ക് ഞങ്ങൾ യാത്ര തിരിക്കുകയാണ്. ഇവിടുത്തെ പ്രകൃതിയാണ് നിങ്ങൾ മനോഹരമായി കാണേണ്ടത്. അതൊന്ന് കാണാം. അപ്പോൾ ഇതാട്ടോ അയ്യപ്പൻകോവിന് മനോഹരമാകുന്ന ദൃശ്യങ്ങളാണ്. ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് തന്നെ ഇടുക്കി ഡാമിൽ ജലം ഉയർന്നുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ അയ്യപ്പൻകോവ് വരെ ഈ സംഗമ സ്ഥലം, അതായത് മുല്ലപ്പെരിയാറ്റിൽ നിന്ന് ജലം ഒഴുകിയെത്തുന്ന ഈ കാണുന്ന പ്രദേശത്ത് നിന്നാട്ടോ. അവിടെ നിന്നാണ് ഇത് പെരിയാറാണ്. ഈ മുല്ലപ്പെരിയാറ്റിൽ നിന്ന് ജലം ഒഴുകിയെത്തി ഇവിടെ വന്ന് ഇടുക്കി ഡാമിലെ ജലവുമായിട്ട് സംഗമിക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ വളരെ അപകടകരമാകുന്ന ഒരു അവസ്ഥയാണ്. പരിചയമില്ലാത്തവരാരും ഈ ജലാശയങ്ങളിൽ ഇറങ്ങാൻ ശ്രമിക്കരുത് ഇവിടെ വരുന്നവർ. കാരണം നിരവധി മരണങ്ങൾ സംഭവിച്ച ഒരു പ്രദേശമാണ്. ഈ കഴിഞ്ഞ ഒരു മാസം മുമ്പ് തന്നെ പ്രദേശവാസിയായ വ്യക്തി തന്നെ ഈ കയത്തിൽ മുങ്ങി മരിച്ചു. ഇത്രത്തോളം വെള്ളമില്ലാഞ്ഞപ്പോഴാണ് എന്ന് നിങ്ങൾ ഓർക്കണം കേട്ടോ. അതുകൊണ്ട് തന്നെ പരിചയമില്ലാത്തവർ, ടൂറിസ്റ്റുകളായിട്ട് വരുന്നവർ ഒരിക്കലും ഈ ജലത്തിൽ ഇറങ്ങാൻ ശ്രമിക്കല്. പിന്നെ മനോഹരമാകുന്ന ദൃശ്യങ്ങൾ നിങ്ങൾക്ക് കാണണമെങ്കിൽ ഇവിടെ വള്ള സവാരിയുണ്ട്. അതായത് വള്ളത്തിൽ ആളുകളെ കിലോമീറ്ററുകളോളം 3-4 കിലോമീറ്ററുകളോളം കൊണ്ടുപോവുകയും പ്രകൃതിയുടെ മനോഹരമാകുന്ന ഭംഗികൾ ആസ്വദിക്കാനും അതുപോലെ വീഡിയോ പിടിക്കുവാനൊക്കെ അവസരങ്ങളുണ്ട്. അതുകൊണ്ട് മാത്രം നിങ്ങളോട് പറയുകയാണ്, ജലത്തിൽ ഒരു കാരണവശാലും ഇറങ്ങരുത്. അത് വലിയ അപകടമുണ്ടാക്കും. എന്തായാലും മനോഹരമാകുന്നൊരു പ്രദേശമാണ്. ഒരു പുരാതന ക്ഷേത്രമൊക്കെയുണ്ട്. ആ ക്ഷേത്രത്തിൻ്റെ ദൃശ്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഞാൻ ഈ ക്ഷേത്രം കാണിച്ചിരുന്നു. എങ്കിലും ഒരിക്കൽ കൂടി കാണിക്കുകയാണ്. അടുത്ത് ചെന്ന് പിടിക്കുവാൻ കഴിയത്തില്ല, വീഡിയോ പിടിക്കുവാൻ കഴിയത്തില്ല. മറ്റൊരു വീഡിയോയിൽ ഞാൻ ഈ ക്ഷേത്രത്തെക്കുറിച്ച് വിവരിക്കുന്നതായിരിക്കും. അപ്പം ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ, ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ ചെറിയൊരു വീഡിയോയിൽ ഞങ്ങൾ ഒതുക്കുന്നു. വീണ്ടും കാണും വരെ എല്ലാവർക്കും ബൈ.